എന്ത് വേണമെങ്കിലും കഴി ആയില്ലോ. ആദ്യം ഇവിടെ കൊണ്ടുവന്ന് സ്ഥലത്തവിടെ കുടിക്കല്ലേ, അതാണ് ഇത് ഓഫ് ചെയ്യോ? ആ അത് കുഴപ്പമില്ല, ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. കിടന്നോ, ഞാൻ എവിടെ ഇരുന്നോളാം. അവിടെ എന്റെ കൂടെ കളിക്കായിരുന്നു. ചത്ത് വിൽക്കാൻ പറഞ്ഞോളെ അയച്ചു കൊടുക്കും. ഇനി ഓർക്കണ്ട, ഇനി ഓർക്കി കഴിഞ്ഞാൽ രാത്രി എവിടെയാടി നീ? എവിടെയാടി നീ? ദേഷ്യം വന്നു, ദേഷ്യം വന്നു, ദേഷ്യം വന്നു, ദേഷ്യം വന്നു. എടി എന്താടി ഇത്? എന്താടി ഇത്? എന്താ നിനക്കൊക്കെ ഇഷ്ടാവണ്ട? പക്ഷെ എന്താന്ന് ഈ രണ്ടു കാലം കൂടി എന്റെ കൈ മതി കൈപ്പത്തിയിലാണ്. അയ്യോ അമ്മയുടെ പൊട്ടിന്റെ ഞാൻ എന്റെ കൈയും കാലും കഴുകി എന്റെ സാരി ഒന്ന് മാറ്റി എന്നിട്ട് കുടിക്കുമ്പോ ഫ്രീ ആവും. ആപ്പുകുട്ടി എവിടെ അമ്മമ്മയുടെ? ഞാക്കര പൊന്നെ എവിടെ അമ്മമ്മയുടെ? നീ എന്താടി? ഓ പിന്നെ ഇതിപ്പോ കാണാത്തോണ്ടാണ്. അതിന്റെ കുറവുള്ളൂ. ഹരേ കൃഷ്ണ. ഇഞ്ചക്ഷൻ ചെയ്തപ്പോ ഹരേ കൃഷ്ണ. അതെ, ഓർക്കാപ്പുറത്തുള്ള മുത്തല്ലേ? ഓ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കളിപ്പാട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ
हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा। प्रणाम प्रभु जी। हरे कृष्णा प्रणाम। हरे कृष्णा प्रणाम प्रभु। हरे कृष्णा प्रणामम। हरे कृष्णा प्रभु प्रणामम। हरे कृष्णा हरे कृष्ण प्रभु जी प्रणाम। प्रणाम। हरे कृष्ണ हरे कृष्णा നമം प्रभु जी प्रणामം. പ്രണാമം. നമ്മൾ 42 വരെയാണോ നോക്കിയത് ശ്ലോകം? അതെ പ്രഭു. അതെ. ഓക്കെ, വെരി ഗുഡ്. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓക്കെ. जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंदा। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंदा। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंदा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तु ते। तप्तकाञ्चनगौराङ्गी राधे बृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमा ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं। श्रीचैतन्यमेश्वरं हृदि यस्य प्रेरणाय प्रवृत्तिदोपमरागरूपो तस्य हरे पदकमलं वन्दे चैतन्यदेवस्य।
ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 43-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നു. ശ്രീ അദ്വൈതാചാര്യ പ്രഭുവിനെക്കുറിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള അധ്യായമാണ് 43-ാമത്തെ ശ്ലോകം. സെയ് അഭിമാന സുഖേ ആപന പാസരെ കൃഷ്ണദാസ ഹോ ജീവേ ഉപദേശ കരെ. സെയ് അഭിമാന സുഖേ ആപന പാസരെ കൃഷ്ണദാസ ഹോ ജീവേ ഉപദേശ കരെ. വായിച്ചോളൂ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. വായിച്ചോളൂ. വൈഷ്ണമാതാജി. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ ते अभिमान सुखे आपन पासरे कृष्णदास हावो जीवे उपदेश करे. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹി ശ്രീ വെങ്കടേശ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ ഭാവത്തിന്റെ ആനന്ദത്തിൽ അവിടുന്ന് സ്വയം വിസ്മരിക്കുകയും നിങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ദാസരാണ് എന്ന് എല്ലാ ജീവജാലങ്ങളെയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ദിവ്യമായ ഭഗവത് ഭക്തിയുടെ സേവനം അത്രയ്ക്ക് പ്രേമോന്മാദം ഉളവാക്കുന്നതാകയാൽ ഭഗവാൻ സ്വയം ഒരു ഭക്തന്റെ ഭാഗം സ്വീകരിക്കുന്നു. താൻ പരമോന്നതനാണെന്ന് സ്വയം വിസ്മരിച്ച് ഭഗവത് ഭക്തിയുടെ സേവനം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് അവിടുന്ന് സ്വയം ലോകത്തെ പഠിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ അദ്വൈതാചാര്യ ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവാനായിട്ടാണ് കാണുന്നത്. ഇത്രയും വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും എന്നാൽ മഹാപ്രഭു ഗുരുസ്ഥാനത്താണ് അദ്വൈതാചാര്യ കാണുന്നത്. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ എപ്പോഴും അദ്ദേഹം മഹാപ്രഭുവിനെ ആരാധിക്കുന്നു, മഹാപ്രഭുവിനോട് ഒരുപാട് ബഹുമാനം. അപ്പോൾ ഭഗവാനാണ് ശരിക്കും, അല്ലെ, ഭഗവത് തത്വമാണ് ശ്രീ അദ്വൈത പ്രഭു. എന്നാൽ അദ്ദേഹം അതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ ദാസൻ എന്നുള്ള ഭാവത്തിൽ ആണ് ഇവിടെ കാണുന്നത്. അതാണ് ശിലപ്രഭുജി പറയുന്നത്. അതീന്ദ്രിയ തലത്തിലുള്ള ഈ ഭക്തിയുത സേവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഭഗവാൻ ഭക്തൻ്റെ റോൾ എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഭഗവാൻ പലപ്പോഴും ഭക്തൻ്റെ റോൾ എടുക്കുന്നു. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവും ചെയ്യുന്നത് തന്നെയാണ്. അദ്ദേഹം ഭഗവാനാണ്, പക്ഷെ അദ്ദേഹം ഭക്തഭാവത്തിലാണ്. ശ്രീ അദ്വൈത പ്രഭുവും ചെയ്യുന്നത് തന്നെയാണ്. അദ്ദേഹം ഭഗവത് തത്വം തന്നെയാണ്, എന്നാലും അദ്ദേഹവും ചെയ്യുന്നത് ഭഗവാന്റെ ഭക്തൻ്റെ റോളാണ്. നിത്യാനന്ദ പ്രഭു അതേപോലെ തന്നെ. ചൈതന്യ ലീലയിലെ എല്ലാവരും മൂന്ന് ഭഗവത് തത്വങ്ങളും സേവകൻ അല്ലെങ്കിൽ ഭക്തരുടെ റോളിലാണ് ഉള്ളത്. അവരുടെ മൂഡ് ബേസിക്കലി അതാണ്. അവർക്ക് ഓരോ വേറെ ഭാവങ്ങളുണ്ട്, എന്നാലും ആ ഒരു ഓവറോൾ ഒരു ഭാവം നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഭക്തഭാവത്തിലാണ് അവരെല്ലാവരും. കൃഷ്ണദാസ അഭിമാനേ യേ ആനന്ദ സിന്ധു കോടി ബ്രഹ്മ സുകരനാഹേ താര ഏക ബിന്ദു. ഹരേ കൃഷ്ണ. കൃഷ്ണദാസ അഭിമാനേ യേ ആനന്ദ സിന്ധു കോടി ബ്രഹ്മ സുഖ നഹി താര ഏക ബിന്ദു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ദാസ്യഭാവം ആത്മാവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആനന്ദസാഗരത്തിന്റെ ഒരു തുള്ളിയ നിരാകാര ബ്രഹ്മ സുഖാനുഭൂതിയുടെ 1 കോടി ഇരട്ടിയോടുപോലും താരതമ്യം ചെയ്യാനാവില്ല. ഹരേ കൃഷ്ണ. കൃഷ്ണദാസ അഭിമാൻ. കൃഷ്ണദാസ അഭിമാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ദാസനാണെന്നുള്ള ആ ഒരു അഭിമാനം. എന്ന് പറയുന്നത് അത് ശരിക്കും അഭിമാനമാണ്. നമ്മൾ പറയില്ലേ ഈഗോ എന്ന് പറയും. ഫാൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ അഭിമാനം തോന്നുന്നത്. എന്നാൽ അതാണ് ശരിയായിട്ടുള്ള ഈഗോ. ഇത് കൃഷ്ണദാസ അഭിമാനം. എന്നാൽ നമ്മൾ ഭഗവാനെ പോലെ, അല്ലെങ്കിൽ നമ്മൾ എൻജോയർ എന്നുള്ളൊരു ഭാവമാണെങ്കിൽ അത് ഫാൾസ് ഈഗോയായി, കാര്യം മിഥ്യാഹങ്കാരമായി മാറുന്നു. എന്നാൽ ശരിയായിട്ടുള്ള അഹങ്കാരമാണ് കൃഷ്ണദാസൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണദാസ അഭിമാനെ ഈ ആനന്ദ സിന്ധു. ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെയാണ്. കോടി ബ്രഹ്മ സുഖനഹി താര ഏക ബിന്ദു. എന്നാൽ ബ്രഹ്മസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത്, അതായത്
ബ്രഹ്മസുഖം, കോടി ബ്രഹ്മസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനിൽ ആ ബ്രഹ്മത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സുഖം, ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാനന്ദം കോടിക്കണക്കിന് അതായത് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് കോടിക്കണക്കാണെങ്കിൽ, എന്നാൽ അതെന്ന് പറയുന്നത് കൃഷ്ണദാസ അഭിമാനം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെറും ഒരു ചെറിയൊരു ബിന്ദു മാത്രമാണ്. അതിൻ്റെ അർത്ഥം കൃഷ്ണൻ്റെ ദാസൻ എന്നുള്ള അഭിമാനം എന്ന് പറയുന്നതിൻ്റെ ആ പരമാനന്ദത്തെക്കുറിച്ച് നമുക്ക് പറയാനില്ല. അതാണ് പറയുന്നത്, അതാണ് എപ്പോഴും പറയുന്നത്, നമ്മൾ 3 പരമസത്യത്തിൻ്റെ 3 റിയലൈസേഷൻസ് പറയുമ്പോൾ, ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ എന്ന് പറയുമ്പോൾ, ആദ്യത്തെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നതിനേക്കാൾ, ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ഒരുപാട് ആനന്ദമുള്ളതാണ്, അതിനേക്കാൾ ഒരുപാട് മടങ്ങ് കൂടുതലാണ് പരമാത്മാവ് എന്ന് പറയുന്ന റിയലൈസേഷൻ ഉള്ളവരുടെ ആനന്ദം. അതിനേക്കാൾ കൂടുതലാണ് ഭഗവാൻ റിയലൈസേഷൻ ഉള്ളവർ, അല്ലേ? ആ ഭഗവാൻ റിയലൈസേഷൻ എന്ന് പറയുന്നതാണ് എന്ത്? ഷഡൈശ്വര്യങ്ങളെക്കുറിച്ച് അറിയുന്നതും നമ്മൾ ഭഗവാന്റെ ദാസനാണെന്ന് അറിയുന്നതും. കൃഷ്ണദാസ അഭിമാനം അവിടെയാണ് വരുന്നത്. ആ സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നുമായിട്ട് താരതമ്യം ചെയ്യാനില്ല. അതാണ് ഏറ്റവും വലിയ സുഖം. മുയ്യേ ചൈതന്യ ദാസ ആര നിത്യാനന്ദ ദാസഭാവ സമനഹേ അന്യത്ര ആനന്ദ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. മുയ്യേ ചൈതന്യ ദാസ ആര നിത്യാനന്ദ ദാസഭാവ സമാനഹേ അന്യത്ര ആനന്ദ. വിവർത്തനം A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. അവിടുന്ന് പറയുന്നു, നിത്യാനന്ദനും ഞാനും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭൃത്യന്മാരാണ്. ഈ ദാസ്യ മനോഭാവത്തിൽ രുചിക്കാൻ കഴിയുന്ന ആനന്ദം മറ്റെവിടെയും ലഭിക്കില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ അദ്വൈതാചാര്യ പറയുന്നു, ഞാനും ശ്രീ നിത്യാനന്ദ പ്രഭുവും ഞങ്ങൾ രണ്ടുപേരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവകരാണ്. അപ്പോൾ അത് കൃഷ്ണൻ്റെ സേവകൻ, മഹാപ്രഭുവിൻ്റെ സേവകൻ. ആ ഒരു ഭാവം, ആ ഭാവത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. വേറെ ഒരു ആനന്ദവും ഇല്ല ഇതിനേക്കാൾ വലിയത്. ഭഗവാന്റെ ദാസനാണ്, മഹാപ്രഭുവിൻ്റെ ദാസനാണ് എന്നുള്ള ആ ഒരു അഭിമാനം, അല്ലെങ്കിൽ ആ ഒരു ഭാവം, അതാണ് പറയുന്നത്. പരമ പ്രേയാസി ലക്ഷ്മി ഹൃദയേ വസതി തേഹോ ദാസ്യ സുഖമാകെ കറിയാമിനതി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. പരമ പ്രേയസി ലക്ഷ്മി ഹൃദയേ വസതി തേൻഹോ ദാസ്യ സുഖമാകെ കറിയാമിനതേ. വിവർത്തന ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീകൃഷ്ണൻ പരമപ്രേയസിയായ ലക്ഷ്മി ദേവി അവിടുത്തെ വക്ഷസ്സിൽ വസിക്കുന്നു. അവരും ഭഗവത്പാദ സേവന സുഖം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെ പറയുന്ന ലക്ഷ്മി ദേവി, ഇപ്പോൾ ദാസിഭാവത്തിൻ്റെ ഒരു മഹത്വം പറയുകയാണ്. കൃഷ്ണ ദാസ അഭിമാൻ, അതിൻ്റെ ഒരു മഹത്വം പറയുകയാണ് ഇപ്പോൾ ഇവിടെ ശ്രീ അദ്വൈതാചാര്യരുടെ ഭാവമാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ വക്ഷസ്ഥലത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയും ഭഗവാനെ സേവിക്കാൻ, ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിക്കാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ദാസ്യഭാവം, ആ ദാസി അഭിമാൻ അല്ലെങ്കിൽ ദാസാഭിമാൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആനന്ദം വേറെ ഒന്നിനുമില്ല എന്ന് പറയുന്നു. ദാസ്യഭാവേ ആനന്ദിത പാരിഷാദഗണ വിധിഭാവ നാരദ ആര സുഖ സനാതന. കൃഷ്ണ പ്രഭുജി. ദാസ്യഭാവേ ആനന്ദിത പാരിഷദഗണ വിധിഭാവ നാരദ ആര സുഖ സനാതന. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർഷദരായ ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, ശുകൻ, സനാതനൻ എന്നിവരെല്ലാം ദാസ്യഭാവത്തിൽ ആനന്ദിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, കൃഷ്ണൻ്റെ മറ്റുള്ള പാർഷദർ ബ്രഹ്മജി, ശിവഭഗവാൻ, ബ്രഹ്മാവ്, നാരദമുനി, ശുകദേവ് ഗോസ്വാമി, സനത് കുമാര, അതായത് 4 കുമാരന്മാർ, ഇവരെല്ലാവരും ദാസ്യഭാവത്തിലാണെന്ന് പറയുകയാണ്. നിത്യാനന്ദ അവധൂത സബാത്തെ അകല ചൈതന്യേര ദാസ്യ പ്രേമേ ഹായില പാഗല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
നിത്യാനന്ദ അവധൂത സബാദെ അകല ചൈതന്യരദാസ്യ പ്രേമേ ഹൈദ പകല. വിവർത്തനം മിസ്സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവധൂതനായ നിത്യാനന്ദ പ്രഭുവായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ സഹചാരിമാരിൽ പ്രധാനി. ചൈതന്യ മഹാപ്രഭുവിനോടുള്ള ദാസ്യഭാവത്തിൽ അവിടുന്നും ഉന്മത്തനായി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ നിത്യാനന്ദ പ്രഭു എപ്പോഴും ഉന്മത്തനാണ്, ഉന്മാദത്തിലാണ്. കാര്യം ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവകനാണ് അദ്ദേഹം. മഹാപ്രഭുവിൻ്റെ സേവകൻ എന്നുള്ള ആ ഒരു ഭാവത്തിൽ അദ്ദേഹം ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് ആനന്ദം അദ്ദേഹത്തിന് കിട്ടുന്നു. നിത്യാനന്ദ പ്രഭുവിനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് നിത്യാനന്ദ അവധൂത, അവധൂത ശിരോമണിയാണ്. കാര്യം നിത്യാനന്ദ പ്രഭു അവധൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സന്യാസിയെയാണ് പറയുന്നത് അവധൂതൻ എന്ന്. നിത്യാനന്ദ പ്രഭു അങ്ങനെയായിരുന്നു. ഒരുപാട് അദ്ദേഹം 14 വയസ്സിൽ പോകുന്നതാണ്, വേറൊരു സന്യാസിയുടെ കൂടെ പോകുന്നതാണ്. അതിനുശേഷം പിന്നെ നവദ്വീപിലേക്ക് തിരിച്ചു വരുന്നത് എപ്പോഴാണ്? മഹാപ്രഭു വന്നതിന് ശേഷമാണ്. അതുവരെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദനാണ് ശ്രീ നിത്യാനന്ദറാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. ശ്രീവാസ ഹരിദാസ രാമദാസ ഗദാധർ മുരളി മുകുന്ദ ചന്ദ്രശേഖര വക്രേശ്വർ ഏ സബ പണ്ഡിത ലോക പരമ മഹത്വ ചൈതന്യര ദാസ്യ സഭായ കരയെ ഉന്മത്ത. ഹരേ കൃഷ്ണ. ശ്രീവാസ ഹരിദാസ രാമദാസ ഗദാധര മുരാരി മുകുന്ദ ചന്ദ്രശേഖര വക്രേശ്വര ഏ സഭ പണ്ഡിത ലോക പരമ മഹത്വ ചൈതന്യര ദാസ്യ സഭായ കരയ ഉന്മത്ത. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീവാസൻ, ഹരിദാസൻ, രാമദാസൻ, ഗദാധരൻ, മുരാരി, മുകുന്ദൻ, ചന്ദ്രശേഖരൻ, വക്രേശ്വരൻ എന്നിവരെല്ലാം മഹനീയരും പണ്ഡിതരുമായിരുന്നു. എന്നിരുന്നാലും ചൈതന്യ മഹാപ്രഭുവിനോടുള്ള ദാസ്യ പ്രേമഭാവം അവരെ ഉന്മത്തരാക്കി. ഹരേ കൃഷ്ണ. ഇവിടെ കുറേ ദാസന്മാരുടെ, മഹാപ്രഭുവിൻ്റെ സേവകർ അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ പാർഷദരെ കുറിച്ച് പറയുന്നു. അവരൊക്കെ ദാസ്യഭാവത്തിലായിരുന്നു. അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ ആക്ച്വലി ദാസ്യഭാവം ചൈതന്യ ലീലയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഭാവമാണ്. കാര്യം മഹാപ്രഭു ഒരു പുരുഷൻ ആയിട്ടാണ് വരുന്നത്, അല്ലേ? മഹാപ്രഭു ഓഫ് കോഴ്സ് കൃഷ്ണനാണ്, രാധാറാണിയുടെ ഭാവമാണ്. മറ്റുള്ള പാർഷദരെല്ലാം കൃഷ്ണലീല പോലെയല്ല. കൃഷ്ണലീലയിലെ കൃഷ്ണൻ്റെ സഖാക്കളും കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട ഗോപികമാരും ഇവരെല്ലാവരും ചൈതന്യലീലയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ചൈതന്യലീലയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും പുരുഷന്മാരാണ്. കാര്യം മഹാപ്രഭു സന്യാസം സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് ഉതകുന്ന തരത്തിലുള്ള രീതിയിലാണ് മറ്റുള്ളവർ. അപ്പോൾ മഹാപ്രഭുവിൻ്റെ അസോസിയേറ്റ്സിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പുരുഷരാണ്. ചൈതന്യലീലയിൽ. എന്നാൽ അതിൽ പലവരും ലളിത സഖി, വിശാഖ സഖിയൊക്കെ ഉണ്ട്, പിന്നെ രൂപമഞ്ജരിയൊക്കെ ഉണ്ട്. സ്ത്രീ ആക്ച്വലി നിത്യസിദ്ധദേഹത്തിൽ അവർ എന്താ പറയുക, ഗോപികമാരായിട്ടുള്ളവരും മഞ്ജരിമാരൊക്കെ ഉണ്ട്. എന്നാൽ ചൈതന്യലീലയിൽ എല്ലാവരും പുരുഷ ഭാവത്തിലാണ്. ഈവൻ ഗദാധർ പണ്ഡിറ്റ് രാധാറാണിയാണ്, എന്നാൽ അദ്ദേഹവും പുരുഷനാണ്, അല്ലേ? ചൈതന്യലീലയിൽ. ഇവിടെ മഹാപ്രഭുവിൻ്റെ ഹരേ കൃഷ്ണ. മഹാപ്രഭുവിൻ്റെ പാർശ്വതയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഇവരെല്ലാവരും ദാസ്യഭാവത്തിലാണ്. എല്ലാവരും അവരെപ്പോഴും ഉന്മാദത്തിലാണ്. കാര്യം മഹാപ്രഭുവിൻ്റെ സേവകൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ പറയുന്നു ശ്രീവാസ ഹരിദാസ രാമദാസ ഗദാധർ മുരളി മുകുന്ദ ചന്ദ്രശേഖർ വക്രേശ്വര, ഒരുപാട് പേര് പറയുന്നുണ്ട്. ഏ മത ഗായ നാചെ കരെ അട്ടഹാസ ലോകെ ഉപദേശേ ഹൗ ചൈതന്യര ദാസ്. ഹരേ കൃഷ്ണ. ഏ മത ഗായ നാചെ കരെ അട്ടഹാസ ലോകെ ഉപദേശേ ഹൗ ചൈതന്യര ദാസ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം അവർ നൃത്തം ചെയ്യുകയും പാടുകയും അട്ടഹസിക്കുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രിയപ്പെട്ട ദാസരാവുക എന്ന് എല്ലാവരെയും ഉപദേശിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഈ
പാർഷദരെല്ലാവരും ശ്രീവാസ്, ഹരിദാസ്, ഗദാധർ ഇവരെല്ലാവരും എപ്പോഴും നൃത്തം കളിച്ച് ഇവിടെ പറയുന്നു ഭ്രാന്തന്മാരെ പോലെ ചിരിച്ചുകൊണ്ട്, വേറെ ഒന്നുമല്ല, അവർ ആ ഉന്മാദത്തിലാണ് എപ്പോഴും, കൃഷ്ണപ്രേമത്തിൻ്റെ ഉന്മാദത്തിലാണ് എല്ലാവരും. അപ്പോൾ എന്നാൽ അവർ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, കൂട്ടത്തിൽ അവർ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ്? ചൈതന്യരദാസ് ഹാവോ ചൈതന്യരദാസ്, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദാസനായി മാറൂ എന്നുള്ള ഉപദേശമായിരുന്നു കൊടുത്തിരുന്നത് എല്ലാവർക്കും. മഹാപ്രഭുവിൻ്റെ പ്രിയപ്പെട്ട ഹരിദാസ് ഠാക്കൂറും ശ്രീല ഹരിദാസ് ഠാക്കൂറും ശ്രീ നിത്യാനന്ദ പ്രഭുവും വീടുകൾ കയറി ഇറങ്ങി എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു, കൃഷ്ണനാമം ചൊല്ലാൻ പറയും. കൂട്ടത്തിൽ പറയും മഹാപ്രഭുവിൻ്റെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാമം ചൊല്ലാൻ വേണ്ടി അവരോട് പറയാറുണ്ട്. നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ഠാക്കൂറും ഇവരെല്ലാവരും. കാര്യം മഹാപ്രഭു ആരാണെന്ന് അവർക്ക് അറിയാം ശരിക്കും. അതുകൊണ്ട് രാധാകൃഷ്ണ ദ്യുതി സുവലിതം നൗമി കൃഷ്ണ സ്വരൂപം, അതാണ് മഹാപ്രഭു. ചൈതന്യ ഗോസായി മോരെ കരെ ഗുരു ജ്ഞാന താതാപി ഹമോര ഹയ ദാസ അഭിമാൻ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൈതന്യ ഗോസാനി മോരെ കരെ ഗുരു ജ്ഞാന തദാപിഹ മോര ഹയ ദാസ അഭിമാന. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അദ്വൈത ആചാര്യൻ ചിന്തിക്കുന്നു, ചൈതന്യ മഹാപ്രഭു എന്നെ തന്റെ ആധ്യാത്മിക ഗുരുവായി പരിഗണിക്കുന്നു, എങ്കിലും ഞാൻ അവിടുത്തെ ഭൃത്യൻ മാത്രമാണെന്ന് എനിക്ക് സ്വയം തോന്നുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ അദ്വൈത പ്രഭു ചിന്തിക്കുന്നു, ചൈതന്യ മഹാപ്രഭു എന്നെ എപ്പോഴും ഗുരുസ്ഥാനത്താണ് കാണുന്നത്. കാര്യം ഈശ്വരപുരി മഹാരാജൻ്റെ ഗോഡ് ബ്രദറാണ് ശ്രീ അദ്വൈത പ്രഭു. രണ്ടുപേരുടെയും ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ ശിഷ്യരാണ്. അപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തെ ശ്രീ അദ്വൈതാചാര്യയെ ആധ്യാത്മിക ഗുരുവായിട്ട് കാണുന്നു. എന്നാൽ അദ്വൈതാചാര്യയ്ക്ക് മഹാപ്രഭുവിൻ്റെ സേവകനായിട്ടായിരുന്നു, ആ ദാസാഭിമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് പറയുന്നത്, കൃഷ്ണ പ്രേമേര ഏകാ അപൂർവ പ്രഭാവ് ഗുരു സമ ലഘു കെ കാരയ ദാസ്യ ഭാവ്. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രേമേരേ ഏക അപൂർവ പ്രഭാവ ഗുരു സമ ലഘു കെ കരായ ദാസ്യ ഭാവ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീ ജയ്. കൃഷ്ണപ്രേമത്തിന് ഈ ഒരു അപൂർവ പ്രഭാവമുണ്ട്. അത് ഉത്കൃഷ്ടരിലും തുല്യരിലും ഇളയവരിലുമെല്ലാം ഭഗവത് സേവനത്തിനുള്ള ഉത്സാഹം നിറയ്ക്കുന്നു. ഭാവാർത്ഥം. ഭക്തിയുത സേവനം രണ്ട് രീതിയിലുണ്ട്. പഞ്ചരാത്രിക വിധി അനുസരിച്ചുള്ളതും ഭാഗവത വിധി അനുസരിച്ചുള്ള പ്രേമഭരിത സേവന രീതിയും. പാഞ്ചരാത്രിക തത്വങ്ങളുടെ രീതിയിൽ വ്യാപൃതരാകുന്നവരുടെ ഭഗവത് സ്നേഹം ഏറെക്കുറെ ഐശ്വര്യത്തിൻ്റെയും ആദരവിൻ്റെയും തലത്തെ അവലംബിക്കുന്നു. പക്ഷേ രാധാകൃഷ്ണന്മാരുടെ ആരാധന പൂർണ്ണമായും ദിവ്യപ്രേമത്തിന്റെ വിധാനത്തിലുള്ളതാണ്. കൃഷ്ണനേക്കാൾ മുതിർന്നവരുടെ ഭാഗം സ്വീകരിക്കുന്നവർ പോലും ഭഗവാന് പ്രേമഭരിത സേവനം ചെയ്യുന്നതിനുള്ള അവസരമായി അതിനെ കാണുന്നു. കൃഷ്ണനേക്കാൾ മുതിർന്നവരുടെ ഭാഗം സ്വീകരിക്കുന്നവരുടെ സേവന മനോഭാവം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരുടെ സേവനത്തിന്റെ അത്യുത്കൃഷ്ടതയിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കൃഷ്ണന് വേണ്ടിയുള്ള യശോദാ മാതാവിന്റെ സേവനം ഇതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഭഗവാന്റെ നാരായണ ഭാവത്തിൽ തനിക്ക് തുല്യമോ താഴെയോ ഉള്ളവരുടെ ഭാഗങ്ങൾ എടുക്കുന്ന സഹചാരികളുടെ സേവനങ്ങൾ മാത്രമേ നാരായണന് സ്വീകരിക്കാൻ കഴിയൂ. പക്ഷേ കൃഷ്ണ ഭഗവാന്റെ ഭാവത്തിൽ അവിടുന്ന് തന്നേക്കാൾ മുതിർന്നവരായ പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും കൂടാതെ തുല്യരുടെയും ഇളയവരുടെയും സേവനങ്ങൾ തുറന്നു സ്വീകരിക്കുന്നു. ഇത് വളരെ അതിശയകരമാണ്. ഹരീഷ്ണ പ്രഭുജി. താങ്ക് യു. അതിമനോഹരം. കൃഷ്ണ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, കൃഷ്ണ പ്രേമേര ഈ ഏക അപൂർവ പ്രഭാവം. കൃഷ്ണപ്രേമത്തിന് ഒരു അപൂർവമായിട്ടുള്ളൊരു പ്രഭാവമുണ്ട്, അതാണ് പറയുന്നത്. അത് വേറെ ഒരു, അതായത് ഈവൻ വിഷ്ണു ഭക്തിക്കോ നാരായണ ഭക്തിക്കോ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണപ്രേമത്തിന് ഒരു അപൂർവ പ്രഭാവമുണ്ട്. എന്താണ്? ഗുരു സമ ലഘു കെ കരായ ദാസ്യഭാവം. അതായത് കൃഷ്ണപ്രേമത്തിനകത്ത് അതായത് മുതിർന്ന ആളാവട്ടെ താഴെയുള്ള ആവട്ടെ നമ്മുടെ സമമായിട്ടുള്ള ആളാവട്ടെ ആര് വേണമെങ്കിൽ ആവട്ടെ, പ്രായത്തിൽ എല്ലാവർക്കും ഏത് പ്രായക്കാരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും, പ്രായം മാത്രമല്ല നമ്മുടെ മുതിർന്ന ആരാണെങ്കിലും അവർക്കും ഈ ഒരു സേവനം, ഭഗവാനോടുള്ള സേവന മനോഭാവം സ്പെഷ്യലായിട്ടുണ്ട്. ഇവിടെ പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു, രണ്ട് തരത്തിലുള്ള
ഭക്തിയുത സേവനങ്ങൾ 2 വിധി പ്രകാരമുണ്ട്. ഒന്ന് പാഞ്ചരാത്രിക വിധി, ഒന്ന് ഭാഗവത വിധി. പാഞ്ചരാത്രിക വിധി പറയുകയാണെങ്കിൽ ബേസിക്കലി അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന DT വർഷിപ്പൊക്കെ പാഞ്ചരാത്രിക വിധി എന്ന് പറയും. അതിനൊരു റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അതേപോലെ തന്നെ അത് ചെയ്യുന്നതൊരു ഐശ്വര്യഭാവത്തിലാണ് ആക്ച്വലി അത് കൂടുതലായിട്ടും വരുന്നത്, അമ്പലങ്ങളിലെ സേവനങ്ങളൊക്കെ. എന്നാൽ രാധാകൃഷ്ണ സേവനം ശരിക്കും പറയുകയാണെങ്കിൽ അത് അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. അത് പരിശുദ്ധമായിട്ടുള്ള പ്രേമപൂരിതമായിട്ടുള്ള രാഗഭക്തിയാണ്. ഇപ്പോൾ രാഗഭക്തിയുടെ ഭാവം വ്യത്യാസമുണ്ട്. അവിടെ ഇപ്പോൾ അതാണ് പറയുന്നത്. യശോദറാണിയുടെ ഉദാഹരണം ഇവിടെ പറയുന്നു. യശോദറാണി രാഗാത്മിക ഭക്തരുടെ കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണ്. യശോദറാണി അമ്മയുടെ സ്ഥാനത്ത് കൃഷ്ണനെ സേവനം ചെയ്തു. അമ്മയെപ്പോലെയാണ്, അല്ലെങ്കിൽ അമ്മ സേവനം ചെയ്യുന്നു. അപ്പോൾ എന്നാൽ ഇവിടെ ശ്രീമൻ നാരായണനെ കുറിച്ച് ശിലപ്രഭുജി പറയുന്നു. ശ്രീമൻ നാരായണൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ പാർഷദര് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സമമായിട്ടുള്ളത് അല്ലെങ്കിൽ താഴെയുള്ളവരോ അദ്ദേഹത്തെ സേവിക്കുന്ന ആ ഭാവം. സമമായിട്ട് ആരുമില്ല, എന്നാലും എല്ലാവരും ദാസ്യഭാവത്തിൽ, അതായത് ആ ഒരു ദാസ്യത്വത്തിന് വ്യത്യാസമുണ്ട്. ആ ദാസ്യത്വം അത് കൂടുതൽ ഈ ബഹുമാനത്തോടു കൂടിയിട്ടുള്ളൊരു സേവനമാണ്. എന്നാൽ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ സേവനം എന്ന് പറയുന്നത് അവിടെയും ദാസ്യഭാവം ഉണ്ട്, പക്ഷെ ആ ദാസ്യഭാവത്തിൽ മാധുര്യമാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. ആക്ച്വലി ആ ദാസ്യത്വം മാധുര്യത്തെ ഹൈഡ് ചെയ്യുന്നില്ല. മാധുര്യമാണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഭാവം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം വരുന്നത്. കാര്യം ഇതിലെല്ലാത്തിലും സ്വീറ്റ്നെസ് ആണുള്ളത്. ആർക്ക് വേണമെങ്കിലും സേവിക്കാം. യശോദറാണി വടിയെടുത്ത് പേടിപ്പിക്കുന്നു, കൃഷ്ണൻ പേടിക്കുന്നു, കരയുന്നു. ഇതൊക്കെ നാരായണൻ്റെ അടുത്ത് നടക്കുമോ? ഇല്ല. ശ്രീമൻ നാരായണൻ്റെ മുമ്പിൽ ജയവിജയന്മാർ നിൽക്കുന്ന പോലെ ഈ ഒരു ഭാവമാണ് എല്ലാവർക്കും. അതങ്ങനെയാണ്. വൈകുണ്ഠത്തിലെ ആ ഒരു മൂഡ് അതാണ്. വൃന്ദാവനത്തിലെ മൂഡ് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എല്ലാം തലതിരിഞ്ഞിട്ടാണ്. അവിടെ കൃഷ്ണൻ ഭഗവാനായിട്ടല്ല കാണുന്നത്, അവരുടെ കൂട്ടത്തിൽ ഒരാൾ, അത്രയേ ഉള്ളൂ. എന്നാൽ അപ്പോൾ ആ ഒരു ഭാവത്തിലാണ് ഈ പറയുന്ന അങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ മാത്രമേ എല്ലാവർക്കും ആ ഉള്ളിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ആ ഒരു അതീന്ദ്രിയ തലത്തിലുള്ള പ്രേമപൂരിതമായിട്ടുള്ള രാഗഭക്തി വരികയുള്ളൂ. ഇല്ലെങ്കിൽ അത് വരില്ല. അപ്പോൾ ഇവിടെ യശോദറാണി ഭഗവാനെ സേവിക്കുന്നുണ്ട്. അപ്പോൾ യശോദറാണി ഭഗവാനെ സേവനം ചെയ്യുന്നു, എന്നാൽ ആ സേവനത്തിന് ഒരുപാട് സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് ആറ്റിറ്റ്യൂഡ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റും കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഈ സർവീസ് എന്ന് പറയുന്നത്, സർവീസ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരിക്കലും ദാസ്യഭാവത്തിൽ മാത്രമല്ല. അതായത് നമ്മൾ പറയുന്ന ശാന്ത, ദാസ്യ, സഖ്യ, വാത്സല്യ, മാധുര്യ, ഈ പറയുന്ന 5 രസം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ദാസ്യഭാവം എന്ന് പറയുന്നതിൽ മാത്രമേ ദാസ്യത്വമുള്ളൂ എന്നുള്ളത്. ആക്ച്വലി അല്ല. ഈവൻ മാധുര്യത്തിലും ദാസ്യത്വമുണ്ട്. ദാസ്യത്വമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും ഭഗവാനെ സേവിക്കുന്നുണ്ട്. ആ ഭാവം വ്യത്യാസമുണ്ട്. കാര്യം ഇവിടെ ദാസ്യഭാവത്തിൽ, മെയിനായിട്ടുള്ള ഭാവത്തിൽ ഹനുമാൻ്റെ ഒരു മൂഡാണ്. അവിടെ പക്ഷേ ഹനുമാൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി സേവകൻ എന്നുള്ളൊരു ഭാവമാണ്. എന്നാൽ നേരെ ഇവിടെ നമ്മൾ മാധുര്യം എടുക്കുകയാണെങ്കിൽ, മാധുര്യ ഭാവത്തിൽ ശ്രീമതി രാധാറാണി ഭഗവാനെ സേവനം ചെയ്യുന്നു. അതുപോലെ വേറെ ഗോപികമാർ കൃഷ്ണനെ സേവനം ചെയ്യുന്നു. അവിടെ മാധുര്യമാണ് ഉള്ളത്, എന്നാൽ അവിടെയും സർവീസസ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് സർവീസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് മാധുര്യ രസത്തിൽ ബാക്കി താഴെ വരുന്ന 4 ഭാവങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ശാന്തരസം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ശാന്തരസത്തെ ചൈതന്യ മഹാപ്രഭു കൂടുതൽ പറയാറില്ല. ദാസ്യ, സഖ്യ, വാത്സല്യ, ഈ 3 ഭാവങ്ങളും മാധുര്യത്തിലുണ്ട്. അതാണ് പ്രത്യേകത. അതുകൊണ്ട് ഈ സർവീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ രസത്തിലും, എല്ലാ ഭാവത്തിലും, എല്ലാ രസത്തിലും അത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കാതൽ ആക്ച്വലി, ഈ സർവീസ് ആറ്റിറ്റ്യൂഡ്. അതിൽ വെച്ച് കൃഷ്ണസേവനം എന്ന് പറയുമ്പോൾ അതിൽ സ്വീറ്റ്നെസ് ആണ് കൂടുതൽ. ഇപ്പോൾ സഖ്യഭാവത്തിലുള്ള സഖാക്കളെ പോലെ, അവരെ പോലെ വേറെ ആരും ഉണ്ടാവും? ആരും ഉണ്ടാവില്ല. കൃഷ്ണൻ്റെ വായിൽ നിന്നെടുത്ത് കഴിക്കുന്നു, കൃഷ്ണൻ അവരുടെ വായിൽ നിന്നെടുത്ത് കഴിക്കുന്നു. ഇതാണ് അവരുടെ ഭാവം. ഇടത് കൈ കൊണ്ട് കഴിക്കുന്നു, കൃഷ്ണൻ ഇടത് കൈ കൊണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ബ്രഹ്മാവിനാകെ കൺഫ്യൂഷനായത്. ഇതെന്ത് ഭഗവാനാണെന്ന് ചിന്തിച്ചത്. ബ്രഹ്മവിമോഹനിൽ നടക്കാനുള്ള കാരണം. സോ ഈ ഒരു ഭാവം, ഈ ഒരു മൂഡ് വേറെ എവിടെയും കാണുന്നില്ല, വൃന്ദാവനത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ അവിടെ എല്ലാത്തിനും ഒരു മാധുര്യം കലർന്നിട്ടുള്ള ഒരു ഭാവമാണ് അവിടെയുള്ളത്. സോ ഈ ഒരു ഫീച്ചർ, ഈ ഒരു പ്രത്യേകത
കൃഷ്ണഭക്തിയിൽ മാത്രം, കൃഷ്ണപ്രേമത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത്. അച്ഛനായിട്ട്, അമ്മയായിട്ട്, മുതിർന്നവരായിട്ട്, സുപ്പീരിയേഴ്സായിട്ട്, അത് സഖാക്കളായിട്ട്, അല്ലെങ്കിൽ ദാസ്യരായിട്ട് എല്ലാം കാണാം നമുക്ക് കൃഷ്ണലീലയിൽ. എന്നാൽ ശ്രീമൻ നാരായണൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശ്രീമൻ നാരായണൻ്റെ അച്ഛൻ്റെ ഭാവത്തിൽ അച്ഛനായിട്ട് ആരെങ്കിലും ഉണ്ടോ? അമ്മയായിട്ട് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? ഒരു പരിധി വരെ ഓഫ്കോഴ്സ് നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ ലീലയിലുണ്ട് അച്ഛനും അമ്മയൊക്കെ. എന്നാൽ ശ്രീമൻ നാരായണനെ കുറിച്ച് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ശ്രീമൻ നാരായണൻ്റെ പേര് പറയുമ്പോഴും ആ രൂപത്തെ ഓർക്കുമ്പോഴും അതിമനോഹരമായിട്ടുള്ള സ്വരൂപത്തെ ഓർക്കുമ്പോൾ ശശങ്കചക്രം സകിരീട കുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാര വക്ഷസ്ഥല കൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. ആ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശിരസ് ഡെഫിനറ്റ്ലി അവിടെ താഴെ പോവും. കാര്യം എന്താ വെച്ചാൽ ആ ഭക്തി, ആ എന്താ പറയുക, റെസ്പെക്റ്റ് കാരണം. അതാണ് അവിടുത്തെ മൂഡ്. ശ്രീമൻ നാരായണൻ്റെ അച്ഛൻ, അമ്മ അങ്ങനെയുള്ള ലീലകളൊന്നും കേട്ടിട്ടേ ഇല്ല. അപ്പോൾ ആ ഭാവങ്ങളൊക്കെ കൃഷ്ണഭക്തിയിൽ, കൃഷ്ണപ്രേമത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത് കൃഷ്ണപ്രേമരെ ഈ ഏക അപൂർവ പ്രഭാവം. ഈ അപൂർവമായിട്ടുള്ള പ്രഭാവം വേറെ എവിടെയില്ല. ഈഹാര പ്രമാണശുന ശാസ്ത്രേര വ്യാഖ്യാൻ മഹത് അനുഭവയാത്തെ സുദൃഢ പ്രമാണ. ഹരേ കൃഷ്ണ പ്രഭു. വിഹാര പ്രമാണ ശൂന ശാസ്ത്രേര വ്യാഖ്യാന മഹദനുഭവയാത്തെ സുദൃഢ പ്രമാണ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇതിനുള്ള തെളിവിനായി ശാസ്ത്രങ്ങൾ വിവരിച്ചിട്ടുള്ളതും മഹാത്മാക്കളുടെ സാക്ഷാത്കാരത്തിലൂടെ ദൃഢീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഉദാഹരണങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഞാനിനി ശാസ്ത്രങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ പറയാൻ പോവാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവുകൾ നിരത്താൻ പോവാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകം മുതൽ. അന്യരക കഥാവ്രജേ നന്ദ മഹാശയ താരസമ ഗുരു കൃഷ്ണേർ ആരകേഹനായ शुद्ध वात्सल्य ईश्वर ज्ञान नहितार ताहा के प्रेम कर दास्य अनुकार. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 55-56. അന്യരക കഥാവ്രജേ നന്ദ മഹാശയ താരസമ ഗുരു കൃഷ്ണേര ആരകേഹനായ ശുദ്ധ വാത്സല്യ ഈശ്വര ജ്ഞാനനാഹിതാര താഹകൈ പ്രേമേകാരായ ദാസ്യ അനുകാര. വിവർത്തനം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വ്രജഭൂമിയിൽ കൃഷ്ണന് നന്ദമഹാരാജാവിനോളം ബഹുമാന്യനായ മറ്റൊരു മുതിർന്ന വ്യക്തിയില്ലായിരുന്നു. തന്റെ അതീന്ദ്രിയമായ പിതൃവാത്സല്യത്താൽ തന്റെ പുത്രൻ പരമപുരുഷൻ തന്നെയാണെന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധ്യമല്ല. പക്ഷേ പ്രേമാനന്ദത്താൽ താൻ കൃഷ്ണന്റെ സേവകനാണെന്ന് അദ്ദേഹത്തിനും തോന്നുന്നു. ഇങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്തു പറയാൻ? ഹരേ കൃഷ്ണ. പ്രഭുജി. നന്ദമഹാരാജ് കൃഷ്ണന്റെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വാത്സല്യഭാവം ഉള്ളതുകൊണ്ട് കൃഷ്ണൻ പരമദിവ്യത്വം പുരുഷനാണ് എന്നുള്ള കാര്യം അറിയില്ല. കാര്യം അവിടെ യോഗമായയുടെ ഒരു കർട്ടനുണ്ട്, നന്ദമഹാരാജന് അറിയില്ല. അപ്പോൾ നന്ദമഹാരാജ് അദ്ദേഹം കൃഷ്ണൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ആ ഭാവത്തിൽ ഇരിക്കുന്ന, അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു റിലേഷനിൽ ഉള്ള ആ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് എന്താണ്, ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? അപ്പോൾ ആ നന്ദമഹാരാജ് പോലും കൃഷ്ണനെ സേവനം ചെയ്യുന്നു. സംഭവം അദ്ദേഹം മകൻ എന്നുള്ള സ്ഥാനത്ത് കാണുന്നു എന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി അദ്ദേഹം അച്ഛൻ മക്കളെ സേവനം ചെയ്യുന്ന പോലെ സർവീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലേ? അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ബാക്കിയുള്ള ബന്ധങ്ങളെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദാസ്യ അനുകാർ, ദാസ്യഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഈ റിലേഷനിലെ അതുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ള റിലേഷൻഷിപ്പിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്.
तेहोरति मति मागे कृष्णेरा चरण ताहारा श्रीमुख वाणी ताहे ते प्रमाण. ഹരേ കൃഷ്ണ. തേൻ ഹോരതി മതി മകെ കൃഷ്ണേര ചരണേ താഹാര ശ്രീമുഖവാണി താഹാതെ പ്രമാണേ. വിവർത്തനം ബൈ എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണങ്ങളിൽ ആകർഷണത്തിനും പ്രേമഭക്തിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ശ്രീമുഖത്തു നിന്നും ഉതിർന്ന വാക്കുകൾ ഇത് തെളിയിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദമഹാരാജും പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു, കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിലുള്ള ഭക്തിക്ക് വേണ്ടി. എന്നാൽ മകൻ ആയതുകൊണ്ട് മകൻ എന്നുള്ള ഭാവത്തിൽ പറയുന്നതല്ല, ആ ഒരു സിറ്റുവേഷനിലത്തെ അല്ല പറയുന്നത്, അല്ലാതെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം താഴെ അതിനുള്ള എവിഡൻസ് ഇദ്ദേഹം പറയുന്നു. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് പറയുന്നുണ്ട്. ശുന ഉദ്ധവ സത്യ കൃഷ്ണ അമർത്തനായി तेहो ईश्वर है न यदि तुम्हारा मन लाए तथापि ताहा तेरा हो मोरा मनोवृत्ति तुम्हारा ईश्वर कृष्ण हाउ का मोरा मति. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശുന ഉദ്ധവ സത്യ കൃഷ്ണ അമര തനയ തെൻഹോ ഈശ്വര ഹെന യദി തോമാര മനേലയ തഥാപി തൻഹ തെരഹു മോര മനോവൃത്തി തോമാര ഈശ്വര കൃഷ്ണേ ഹൗഗ മോര മതി. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രിയപ്പെട്ട ഉദ്ധവ, കേൾക്കൂ. സത്യത്തിൽ കൃഷ്ണൻ എൻ്റെ പുത്രനാണ്. അവർ സർവേശ്വരനാണെന്ന് അങ്ങ് കരുതിയാൽ പോലും എൻ്റെ സ്വന്തം പുത്രനോടുള്ള വികാരങ്ങളോടെ മാത്രമേ ഞാൻ ഇതുവരെ അവനോട് പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ മനസ്സിന് അങ്ങയുടെ കൃഷ്ണ ഭഗവാനോട് ആകർഷണം ഉണ്ടായിരിക്കട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഉദ്ധവരോട് പറയുന്നു ശ്രീ നന്ദ മഹാരാജ്, അതായത് ശരിക്കും എൻ്റെ മകനാണ് കൃഷ്ണൻ. അത് അങ്ങ് ഉദ്ധവനോട് പറയണ, അങ്ങ് കൃഷ്ണനെ ഭഗവാനായിട്ട് കാണുന്നുണ്ടെങ്കിലും എനിക്ക് കൃഷ്ണൻ എൻ്റെ മകനാണ്. അതാണ് പറയുന്നത്. എനിക്ക് കൃഷ്ണനോടുള്ള ആ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അച്ഛന് മകനോടുള്ള ഫീലിങ്സ് ആണ്. അപ്പോൾ എന്താണെങ്കിലും ആവട്ടെ, ഓക്കെ ശരി. എന്നാലും ഞാൻ പറയുന്നു, ആ കൃഷ്ണൻ, നിങ്ങളുടെ ആ കൃഷ്ണനിലേക്ക് എൻ്റെ മനസ്സ് ആകർഷിക്കപ്പെടട്ടെ എന്നുള്ള കാര്യമാണ് ഉദ്ധവരോട് പറയുന്നത്. എന്നാലും അപ്പോൾ ഇവിടെ ഒരു ദാസ്യമായിട്ടുള്ള ഒരു ദാസ്യഭാവത്തിൻ്റെ ഒരു കാണാം, ഒരു ചെറിയൊരു എന്താ പറയുക എഫക്റ്റ് കാണാൻ പറ്റും. എന്നാലും കൂടുതൽ നമുക്ക് നമ്മൾ കാണുന്നത് വാത്സല്യരസമാണ്. വാത്സല്യരസം കൂടിയിരിക്കുകയാണ് അല്ലേ. എന്നാൽ അവിടെയും ഒരു സർവീസ് എന്നുള്ളൊരു ഭാവമുണ്ട്. ഓക്കെ, ഒരു ലാസ്റ്റ് ശ്ലോകം നോക്കാം. മനസോ വൃത്തയോ നാസ്യോ കൃഷ്ണപാദാംബുജാശ്രയാഃ വാചോ ബിധായിനീർനാംനാം കായസ്തത് പ്രവണാദിഷു. ഹരേ കൃഷ്ണ. മനസോ വൃത്തയോ നാസ്യോ കൃഷ്ണപാദാംബുജാശ്രയാഃ വാചോ വിധായിനീർനാംനാം കായസ്തത് പ്രഹ്നാദിഷു. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അങ്ങയുടെ ഭഗവാൻ കൃഷ്ണന്റെ പാദാംബുജങ്ങളിലേക്ക് ഞങ്ങളുടെ മനോവൃത്തികൾ ആസക്തമാകട്ടെ. ഞങ്ങളുടെ നാവുകൾ അവിടുത്തെ ദിവ്യനാമങ്ങൾ കീർത്തനം ചെയ്യട്ടെ. ഞങ്ങളുടെ ശരീരങ്ങൾ അവിടുന്ന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. മനസ്സോ വൃത്തയോ നാസ്യു, അതായത് നമ്മുടെ മനസ്സ് ആ ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിലേക്ക് ലയിക്കട്ടെ, അല്ലെങ്കിൽ തൃപ്പാദങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും അറ്റാച്ച്മെൻറ്റ് തോന്നട്ടെ. പിന്നെ പറയുന്നു വാചക, അതായത് നമ്മുടെ നാവ് കൃഷ്ണൻ്റെ നാം വാചോ ബിദായനീർ നാം തിരുനാമം ചൊല്ലാൻ സാധിക്കട്ടെ. ഓൾവേസ് തിരുനാമം എല്ലായ്പ്പോഴും ഈ നാവുകൾ ചൊല്ലട്ടെ. അതേപോലെ നമ്മുടെ ശരീരം അങ്ങയുടെ കായസ്തത് പ്രവണാദിഷു, അതായത് പ്രണാമം, ഭഗവാന്റെ മുമ്പിൽ ഈ ശരീരം മുമ്പിൽ നമസ്കരിക്കട്ടെ. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. ആക്ച്വലി പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഇത് ശ്രീമദ് ഭാഗവതത്തിലെയാണ്. ഭാഗവതത്തിലെ
ഒരു ശ്ലോകമാണ്. അടുത്ത ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. നമുക്കെന്തായാലും ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. श्री चैतन्य चरितामृत की जय. श्रीला कृष्णदास कविराज गोस्वामी की जय. जगत गुरु श्रीला प्रभुपाद की जय. श्री सचिनंदन श्री गौर हरि की जय. श्री नित्यानंद राम की जय. श्री वृंदावन धाम की जय. जय जय श्री राधे श्याम निताय गौर. थैंक यू. हरे कृष्ण. Hare Krishna, bro. Thank you very much. Hari Bol. Krishna Prabhuji, Hare Krishna. Hare Krishna